പ്രസാദ്, അവിടെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എല്ലാം അവിടെ പുരോഗമിക്കുകയാണ് എന്നുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ജീവനക്കാർ ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തി അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ്, ഈ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അവിടെ കടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വളരെ ഒരു മണിക്കൂർ മാത്രമേ കഷ്ടിച്ച് ബാക്കിയുള്ളൂ ഇത്തരം കണക്കുകൂട്ടലുകൾക്കും അല്ലെങ്കിൽ പ്രവചനങ്ങൾക്കും ഒക്കെ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. എന്തായാലും എല്ലാ മുന്നണികളും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായിട്ട് കൂടി കണക്കാക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ നേതാക്കളടക്കം മന്ത്രിമാരടക്കം ക്യാമ്പ് ചെയ്തായിരുന്നു പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ തരത്തിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളെ മന്ത്രിമാരും നേതാക്കളും അടക്കം അവർക്കെല്ലാം നേരിട്ട് ഒരു സ്വാധീനം ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് വരാൻ പോകുന്നത്. അവിടെ ഏത് രീതിയിലാണ് ഇപ്പോൾ ആ ഒരു വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്? നേതാക്കളൊക്കെ അവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടോ? സ്വാതി, ഇപ്പോൾ ഓരോ പാർട്ടികളുടെയും ഏജന്റുമാർ, കൗണ്ടിംഗ് ഏജന്റുമാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുക്കങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. കൃത്യം 8 മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. പിന്നീട് 10 മിനിറ്റ് പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങി 10 മിനിറ്റുകൾ ശേഷം EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. എന്തായാലും 8:30യോടുകൂടി തന്നെ ആദ്യ ഫലസൂചന ലഭിക്കും. ആദ്യ ഫലസൂചനയിൽ തന്നെ എന്താണ് ട്രെൻഡ് എന്നുള്ളത് വ്യക്തമാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നേരത്തെ ബെൻസനും അതോടൊപ്പം തന്നെ ആസിഫും അജിത്തും ശാന്തകുമാറും എല്ലാം പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ UDF സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് അതിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വിജയിക്കുന്നത്, UDF വലിയ ഭൂരിപക്ഷമാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും UDF സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അതൊരു വലിയ വിജയ സൂചനയാണ്. LDF ഇനി വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും, കാരണം UDF ശക്തി കേന്ദ്രത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവരുടെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് LDF ആത്മവിശ്വാസം നൽകും എന്നുള്ളതാണ്. എന്തായാലും രണ്ടുപേരും LDF UDF സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതിന്റെ ഒരു കാരണമായി പറയുന്നത്, ഒന്ന്, ആര്യടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതെല്ലാം അനുകൂലമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാരാണ് ഇവിടെയുള്ളത്. ആ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് UDF കണക്കുകൂട്ടുന്നു, UDF പ്രതീക്ഷിക്കുന്നു. അത് വോട്ടായി മാറും. പിന്നീട് അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അൻവറിന് അത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നുള്ളൊരു വിലയിരുത്തൽ UDF പറയുന്നുണ്ട്. ഇന്നലെ അൻവറിന്റെ വാർത്താ സമ്മേളനവും അത് അൻവർ തന്നെ പറയുന്നത്, അൻവറിന് ലഭിക്കേണ്ടിയിരുന്ന 10,000-ഓളം വോട്ടുകൾ LDF പോയി എന്നുള്ളതാണ്, അടിയൊഴുക്കുകൾ ഉണ്ടായി എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അത് ഒരർത്ഥത്തിൽ ഒരുപക്ഷെ അത് LDF ഗുണകരമാകുന്ന രീതിയിൽ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലായി അൻവറിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നു. അതിന്റെ കാരണമായി അൻവർ പറയുന്നത്, അൻവറിന് ലഭിക്കേണ്ട വോട്ടുകൾ അത് അൻവറിന് വന്നു കഴിഞ്ഞാൽ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കും, ആര്യടൻ ഷൗക്കത്തിനെതിരായുള്ള വികാരമാണ്, അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ള ഒരു വിശദീകരണമാണ് അൻവർ നൽകിയിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയാൽ പോലും ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളത് തന്നെയാണ്. UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. LDF വന്നു കഴിഞ്ഞാൽ LDF ഒരുപാട് ഘടകങ്ങൾ അനുകൂലമായി മാറേണ്ടതുണ്ട്. UDF പോലെയല്ല, അവരെ LDF ഒരു ശക്തി കേന്ദ്രം എന്നൊന്നും തന്നെ പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ 2 തവണയും LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നും രാജിവെച്ച് മത്സരിച്ചിട്ടുള്ള അൻവറാണ് അവിടെ MLA ആയി ജയിച്ചതെങ്കിൽ പോലും അൻവറിന് കോൺഗ്രസിനും ലീഗിലും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്വാധീനമാണ് ആ വിജയത്തിന്റെ കാരണമായി മാറിയിട്ടുള്ളത്. അപ്പോൾ LDF ഇനി ജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ വേണ്ടിവരും. അവിടെ LDF പുറത്തുനിന്നും വോട്ടുകൾ സമാഹരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. M സ്വരാജ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, ഈ നാട്ടുകാരനാണ്. M സ്വരാജിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു സ്വാധീനം, അതെല്ലാം ഗുണകരമായി മാറും. അങ്ങനെ LDF ചെറിയ വോട്ടിനെങ്കിലും 1500 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നതാണ് LDF ഒരു കണക്കുകൂട്ടൽ. എന്തായാലും രണ്ട് മുന്നണികളും ഇപ്പോഴും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണ്, 1.5 മണിക്കൂർ കഴിയുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. പിന്നീട് 10 മിനിറ്റ് കഴിഞ്ഞാൽ EVM എണ്ണുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. 8:30യോടുകൂടി ആദ്യ ഫലസൂചന ലഭിക്കും. ആദ്യ ഫലസൂചനയിൽ തന്നെ
അതിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നാണ്. വഴിക്കടവിലെ 1-ാം ബൂത്ത് മുതൽ 14-ാം ബൂത്ത് വരെയുള്ള ആദ്യത്തെ 2 ബൂത്തുകളും UDF വലിയ സ്വാധീനമുള്ള ബൂത്തുകളാണ്. അവിടെയാണ് ഈ പറയുന്നത് പോലെ UDF ലീഡ് ചെയ്യും, അതായത് തുടക്കത്തിൽ തന്നെ ലീഡ് ചെയ്യും എന്ന വിലയിരുത്തൽ UDF മാത്രമല്ല അത് LDF-നുമുണ്ട്. LDF-ന്റെ അവിടുത്തെ ബൂത്ത് ചുമതലയുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. ഒരു LDF-ന്റെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ റൗണ്ടിൽ LDF പുറകിൽ പോകുമെന്ന വിലയിരുത്തൽ അവർക്കുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അത് LDF-നൊരു സർപ്രൈസ് ആയിരിക്കും. കാരണം അവരെല്ലാം തന്നെ കരുതി വെച്ചിരിക്കുന്നത്, നമ്മൾ ഇന്നലെ അവരോടെല്ലാം തന്നെ സംസാരിച്ചിരുന്നു, ആ ബൂത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അത് തന്നെയാണ്, ഞങ്ങൾ ജയിക്കും, പക്ഷെ ആദ്യത്തെ റൗണ്ടിൽ ഞങ്ങൾ പുറകോട്ട് പോകും. വഴിക്കടവിലെ ആദ്യത്തെ ബൂത്തുകളുടെ ഒരു സാഹചര്യം അങ്ങനെയാണ്. 1ഉം 2ഉം ബൂത്തുമെല്ലാം UDF-ന് വലിയ തോതിൽ വോട്ട് കിട്ടുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ ലീഡ് കുറഞ്ഞാലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആദ്യത്തെ റൗണ്ടിൽ LDF ആണ് ലീഡിലേക്ക് വരുന്നതെങ്കിൽ സ്വാഭാവികമായും LDF-ന് അത് വലിയ ഒരു നേട്ടമായി മാറും. മുന്നോട്ടുള്ള പോക്കിൽ കൂടുതൽ വോട്ടുകൾ കിട്ടുമെന്ന സൂചനയാണ്. ശരി പ്രസാദ്.